കാതലൻ എന്ന് പറഞ്ഞ സിനിമയുടെ രണ്ടാമത്തെ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സീനാണ് ഇപ്പോൾ എടുക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട്. ചേച്ചി പ്രിന്റ് എടുക്കുമോ? അതെ, ഞാൻ ഇറങ്ങാണ് കേട്ടോ. ആ പ്രശാന്ത് ഗോൾഡ് എടുക്കാൻ വരും, ഒന്ന് ചെയ്തു കൊടുത്തേക്ക്. ചെയ്തു കൊടുത്തോളാം. ചേച്ചി ഓക്കെ ഉണ്ട് കേട്ടോ. എത്രയായി? 900. 900? കഴിഞ്ഞ പ്രാവശ്യം 450 തന്നിട്ടുള്ള രണ്ടും ചേർത്ത് 900. എടാ നീയേ ശില്പോട് പറയട്ടാ, പണിയെടുത്തു കഴിഞ്ഞാലേ കാശ് വെച്ച് പിന്നെ നടക്കേണ്ട അവസ്ഥയാണ്. അവള് ഇവരുടെ ഹെഡ് ഓഫീസിൽ IT ഹെഡായിട്ട് ജോലി കയറി. എടാ എന്നാ അവളോട് പറഞ്ഞ എല്ലാ ബ്രാഞ്ചിനും വർക്ക് എനിക്ക് പിടിച്ചാടാ. തനിക്ക് വർക്ക് പിടിച്ച് തന്നിട്ട് വേണം ആ കമ്പനി കൂട്ടി പോവാൻ. അതിപ്പോ നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കൂട്ടേണ്ട അവസ്ഥ തന്നെയല്ലേ. നീ കാശ് കൊടുക്ക്. എൻ്റെ എല്ലാം ഒന്ന് കൊടുക്കൂ. എത്ര ഏട്ടാ? 20 രൂപ. 20? ആരെങ്കിലും 20 രൂപ. അഭിനയൊക്കെ ഭയങ്കര റിയൽ ആയിട്ടുള്ള അഭിനയം. സാറേ, NP അക്കൗണ്ട് ഓപ്ഷൻ വരുമ്പോ ആ ന്യൂസ് എങ്ങനെയൊക്കെയോ ലീക്ക് ഔട്ട് ആവുന്നുണ്ട്. ആരൊക്കെയോ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്തിട്ട് ആ ഗോൾഡ് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഗോൾഡ് ലോൺ ഡിപ്പാർട്ട്മെന്റ് അങ്ങ് പിരിച്ചുവിടാം. അപ്പം അത്രയും കുറച്ച് പേർക്ക് ശമ്പളം കൊടുത്താൽ മതിയല്ലോ. അല്ല സാറേ, ഗോൾഡ് ലോൺ അല്ലേ നമ്മുടെ നട്ടല്ലേ. ബാക്കിയുള്ള ലോൺസിനൊക്കെ NP അതിനേക്കാൾ കൂടുതലല്ലേ. അപ്പം അറിയാം, നാളെ മുതൽ ടേക്ക് ഓവറിന്റെ ഡെയിലി റിപ്പോർട്ട് എനിക്ക് വേണം. ആ ജിൽസിനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. പിന്നെ നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റ് ഒട്ട് സ്ട്രോങ് അല്ല. അടുത്ത ഫിനാൻഷ്യൽ ഇയറോട് കൂടി നമുക്കത് സെറ്റിൽ ചെയ്യണം. RBI എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇതെന്റെ മോളാണ് ശില്പ. ഇവിളിന്ന് മുതൽ ഇവിടെ ജോയിൻ ചെയ്യുക IT ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട്. പ്രവീൺ കുമാർ കാര്യങ്ങൾ നോക്കി എനിക്ക് റിപ്പോർട്ട് തരുന്നു. ഇത് മാത്യു ഫിനാൻസ് മാനേജറാണ്. ജിൽസ്, ഇത് ജിൽസാണ് ഇവിടുത്തെ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ജിൽസ് എനിക്ക് കാര്യങ്ങൾ കാണിച്ചു തരും. ഒന്ന് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. വേറെ ഒന്നും ഇല്ലെന്നാ സാർ. ഈ സെക്യൂരിറ്റി അപ്ഡേഷനുള്ള കൊട്ടേഷൻ പ്രവീൺകുമാർ തന്നിരുന്നു. പക്ഷേ ഈ ഫിനാൻഷ്യൽ ഇയറിൽ അതിനുള്ള ബഡ്ജറ്റ് എല്ലാം പറ്റാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. അത് അത്ര അത്യാവശ്യം അല്ലെങ്കിൽ. എന്താ പ്രവീൺ? സാർ, അത് IT സെക്യൂരിറ്റി ആയതുകൊണ്ടേ കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പം അത് പെട്ടെന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ അത് ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ആകുമല്ലോ, എന്നിട്ട് പോരെ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ലോ. ഓക്കെ, ശരി. കല്യാണച്ചക്കൻ താലി കെട്ടാൻ പോയപ്പോ തന്നെ മെമ്മറി കാർഡ് ഇരുന്നു. എന്നിട്ട് മെമ്മറി കാർഡ് കൊണ്ടുവന്നപ്പോഴത്തേക്കും താലിയിട്ട് കഴിഞ്ഞു. എന്നിട്ട് ആ താലിയിട്ട് മാത്രം റീഷൂട്ട് ചെയ്തു. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഉദയേട്ടാ, ഏതോ രാജേഷ് വിളിക്കണം. ഓട്ടം പോകാനായിരിക്കടാ, കട്ട് ചെയ്ത് വിട്. എടാ പിന്നെ മേമയുടെ മോളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. വീഡിയോ പരിപാടി നിങ്ങൾ ചെയ്യില്ലേ? ഇത്രയൊക്കെ കേട്ടിട്ട് നീ എന്നെ വർക്ക് എടുക്കാനാ? താൻ പോടോ. ഞാൻ ഈ വലിയ വർക്കുള്ള മാത്രം പിടിക്കാനുള്ള അനീഷേട്ടാ, അല്ലെങ്കിൽ കൈ നഷ്ടമാന്നേ. എടാ വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും നമ്പർ അയച്ചിട്ട്. രണ്ടായാലും സെയിം പണി തന്നെ. വിഷ്ണു, നമ്മുടെ വെഡിങ് കമ്പനിയുടെ സൈറ്റിലെ പുതിയ ഫോട്ടോസും കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമല്ലോ. നീ എപ്പോഴും ഫ്രീ ആവണേ? ഞാൻ ഫ്രീ ആണ്, നീ വിളിച്ചിട്ട് ഇറങ്ങ്. ഞാൻ ഇറങ്ങാന്ന്. എടാ നീ വെബ്സൈറ്റ് ഇതിന്റെ പൈസ കൊടുത്താ? ഞാൻ കൊടുത്തല്ലോ, ചോദിച്ചു തന്നാടാ. തന്നു കൊടുത്താ മതി. ഹലോ, എന്താ വിളിച്ചേ? നീ എവിടെയായിരുന്നു? ഞാൻ എന്തോരം വിളിച്ചു. ഒരാൾ കോൾ ചെയ്ത തിരക്കിലാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എനിക്കില്ലേ വിഷ്ണു? അല്ല, ഞാൻ ഓഫീസിൽ മീറ്റിംഗിലായിരുന്നു. ആണല്ലേ? എന്തായി ജോയിൻ ചെയ്തിട്ട്? കുഴപ്പമില്ലടാ, ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വരണേ ഉള്ളൂ. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. എടാവേ, ഇവന്മാർ നമ്മുടെ ഷോപ്പിൻ്റെ ആഡ് ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതെടുത്ത് ലോക്കൽ ചാനലും തിയേറ്ററിലൊക്കെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കില്ലേ? എന്ത് പറ്റിയിടാ ചേട്ടാ? ശില്പ ഇപ്പോൾ ഭയങ്കര കോൾഡ് റെസ്പോൺസാണ്. കുറേ ആയി തുടങ്ങിയിട്ട്. എനിക്കാണെങ്കിൽ ആകെ പ്രാന്തായിട്ടും പാടില്ല. എടാ, ഈ ഫോണിലെ കമ്മ്യൂണിക്കേഷനില്ലേ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? പോയിട്ട് അവളെ കാണും, കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്യും.
എടുത്തേ ഒരു ചായ പറഞ്ഞാ എന്റെ അപ്പുറത്തൂടെ കൂടെ പോണു. നീയേ നേരിട്ട് കാണും. ഇതിനാണ് അവിടുന്ന് വരണമെന്ന് പറഞ്ഞ് പാളം വെച്ചത്. അത് കുഴപ്പമില്ല. 154 ആക്ടിവേഷൻ ഫയൽ ചെയ്യാം. നമ്മുടെ ടി ഡി എസ് ക്രെഡിറ്റ് മാച്ചിങ് ആണ്. അവരുടെ സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്താണ്? ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയാണേ. വീട്ടിലേക്കല്ലേ? ഇല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പൊ അവനെ കണ്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയിക്കോളാം. അപ്പൊ നീ ഇറങ്ങിയിട്ട് വണ്ടി ഇങ്ങോട്ടൊന്ന് വിടണം. എനിക്ക് കാഞ്ഞാണി വരെ ഒന്ന് പോകണം. ഇല്ല, കുഴപ്പമില്ല. ഞാൻ എന്നാ ഓട്ടോ വിളിച്ചിട്ട് പൊക്കോളാം. ഓട്ടോയൊന്നും വേണ്ട, താനിപ്പോ ഇറങ്ങുമല്ലേ? അല്ല, ഇത് തീർത്തിട്ട് നമുക്ക് അതൊന്നും തറവായിട്ട് നമുക്ക് നാളെ ഇരിക്കാം കേട്ടോ. പോണ വഴിക്ക് വിളി ഒന്ന് അവിടെ ഇറക്കിയേക്കാം. ശരി അപ്പൊ. ശില്പ എന്താണ് ഇവിടെ തന്നെ ജോയിൻ ചെയ്ത്? വല്ല നല്ല കമ്പനിയിൽ നോക്കായിരുന്നില്ലേ? അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് IT സ്കോപ്പുള്ള ഏതെങ്കിലും കമ്പനിയിൽ നോക്കായിരുന്നില്ലേ എന്നാണ്. അല്ല, എനിക്ക് 1-2 കമ്പനി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് മറന്നിക്കൊരു മടി. ഞാൻ കുറച്ച് ഹോം സിക്കാണ്. ആണോ? ഞാനും ഹോം സിക്കാണ്. അവിടെ നിർത്തിക്കോ. അതെ, അവിടെ. ഓക്കെ. വിഷ്ണു, ഇത് മാത്യു, ഞങ്ങളുടെ കമ്പനിയിലെ ഫിനാൻസ് മാനേജറാ. മാത്യു, ഇത് വിഷ്ണു, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഓക്കെ ശില്പ, നാളെ ഓഫീസിൽ കാണാം. ബൈ. ഓക്കെ, ശരി, ബൈ. ഇതാരുടെ വണ്ടി? ഇതാ നീഷേട്ടൻ്റെ. നമുക്ക് ഈ റോഡ് നിൽക്കാണ്ട് എങ്ങോട്ടേലും ഇരിക്കാം. വാ വാ. പണിയുണ്ടാ? അപ്പച്ചൻ്റെ ഓഫീസാന്നുള്ള പ്രഷർ വേറെ ഉണ്ട്. പഠിച്ചു വരണേ ഉള്ളൂ. ഞാനേ ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്ത് ബിസിനസ്? കമ്പ്യൂട്ടർ ഷോപ്പ്. അനീഷേട്ടൻ്റെ ഷോപ്പ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. നീ എന്തൊന്നും പറയാത്ത? ഞാൻ എന്തുകൊണ്ട് പറയാനാ വിഷ്ണു? നീയൊക്കെ തീരുമാനിച്ചിരിക്കല്ലേ? എന്റെ വിഷ്ണു, നീ അതേ സപ്ലൈ ഇല്ലാന്ന് എഴുതിയെടുക്കാൻ നോക്ക്. അതെല്ലാം ഞാൻ എഴുതിയെടുക്കും. പിന്നെ എല്ലാവരും ഈ പരീക്ഷ ദയവ് ചെയ്ത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബിൽ ഗേറ്റ്സിന് ഉദാഹരണം എൻ്റെ അടുത്ത് പറയരുത്. എടി, നിന്റെ അപ്പൻ്റെ അടുത്ത് നമ്മളുടെ കാര്യം പറയുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ എനിക്ക്? ബെസ്റ്റ്. എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ? കമ്പ്യൂട്ടർ ഷോപ്പിയുടെ മുന്നേ ചെന്നാൽ മതി. കമ്പ്യൂട്ടർ ഷോപ്പിന് എന്താ കുഴപ്പം? നിന്റെ അപ്പന് കുറി കമ്പനി, എനിക്ക് കമ്പ്യൂട്ടർ ഷോപ്പ്. കുറി കമ്പനിയാ? ഞങ്ങളുടെ NBFC ആണ്. നീ അതേ ഫോണിൽ നിന്ന് കണ്ണെടുക്ക് പണ്ടറങ്ങാനായിട്ട്. ശില്പ, നിന്റെ അപ്പച്ച സമ്മതിച്ചില്ലെങ്കിൽ നീ എൻ്റെ ഒപ്പം ഇറങ്ങി വരൂ. എങ്ങോട്ടേക്ക് വിഷ്ണു? ഞാനേ പോവാ. എൻ്റെ ഒന്നും സംസാരിക്കില്ല. നീ ഇതിനൊരു ഉത്തരം പറഞ്ഞിട്ടോ ശില്പേ? എന്തിനാ നിനക്ക് ഉത്തരം അറിയണ്ടേ? വിപ്ലവ കല്യാണം നീ പ്രതീക്ഷിക്കണമെങ്കിൽ നടക്കില്ല വിഷ്ണു. നീ ഹിന്ദു, ഞാൻ ക്രിസ്ത്യാനി. അതന്നെ ഒരു വിപ്ലവം. മര്യാദയ്ക്കൊരു ജോലി ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. ജോലിക്ക് എനിക്ക് താല്പര്യമില്ല. പിന്നെ നിന്റെ അപ്പന് ബിസിനസ് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം. നീ എന്തിന്റെ അപ്പച്ചന്റെ ബിസിനസ് കണ്ടതുപോലെയാണല്ലോ സംസാരിക്കണത്. നീ കണ്ടോ ഞങ്ങളുടെ കമ്പനി? ഞാൻ നിന്നെ ഇപ്പം കെട്ടാനല്ല വന്നത്. എനിക്കൊരു തീരുമാനം അറിയണം. ഈ കട്ട്ലേറ്റിന്റെ കാശ് ഞാൻ കൊടുക്കുന്നുള്ള ഉറപ്പില്ലല്ലേ നീ ഇത് ഓർഡർ ചെയ്തേക്കണേ? അല്ലേ? ഒന്നും നോക്കണ്ട, അവൾക്ക് വേറെ ലൈൻസ് ഉണ്ടായി. നിനക്ക് ഇതെന്താണ് മനസ്സിലാവുന്നത്? വിഡ്ഢിയാണോ നീ? ഞാനിന്ന് നിന്നപ്പോൾ അവൾ ഒരുത്തനാണ് കൊണ്ടുവന്നാക്കിയത്. ചെറുപ്പക്കാരനാണോ? വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ ഉറപ്പായി ലൈൻ തന്നെ. അങ്ങനെ പറയില്ലടാ ജിസ്വിനെ. നീ എന്തിനീ കിടന്ന് മോങ്ങണേന്ന്? നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ 2 ബിയർ അടിച്ചിട്ടുണ്ട്. തലക്ക് പ്രാന്ത് വന്നിട്ട് പാടില്ല. അവളുടെ കാര്യം ഞാനൊരു സാധ്യത പറഞ്ഞാണ്. ഒന്നാമത് ഈ 2 ആൾ 2 സ്ഥലത്തുള്ള പ്രേമൊക്കെ വർക്കാവാൻ കുറച്ച് പാടാണ്. അത്രയും സ്നേഹമാണെങ്കിലേ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ സക്സസ് ആവുള്ളൂ. മനസ്സിലായ? കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുടയാണോടാ ലോങ് ഡിസ്റ്റൻസ്? അവൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതേ പ്രശ്നം എനിക്ക് പണ്ട് വന്നപ്പോഴാണ് ഞാൻ ഫാത്തിമയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തിരുന്നു നിൻ്റെ അടുത്ത് ചോദിച്ചത്.
എടാ എന്തെങ്കിലും ഉടായിപ്പണെങ്കിൽ നമുക്ക് അവളെ ചാറ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ഹാക്ക്. അത്രയുള്ള കാര്യം. ഒരു തലയിൽ ഇച്ചിരി കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടക്കും. ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. എടാ തെണ്ടി, ഫിഷിങ് മാത്രമേ പറ്റുള്ളൂ അല്ലേ? എടാ എനിക്കും അറിയാൻ പാടില്ല ഈ പരിപാടി. ഞാൻ ചെയ്ത് പഠിക്കുന്നുള്ളൂ. ആ നടന്ന എന്നോട് പറയണം, മനസ്സിലായ? ആ പറയാ. അല്ലാതെ അവിടെ പാസ്വേഡ് ചുമ്മാ ശില്പ 1 2 3 അടിച്ചപ്പോ കിട്ടിന്നൊന്നും പറഞ്ഞേക്കാം. ആ ശരി വെച്ചോ. പിന്നെ നമ്മുടെ പിള്ളേരെ കൂടി മറ്റേ സുധിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരുന്നില്ല, നിന്നെ വിളിച്ചില്ലേ? എന്നൊന്നും വിളിച്ചിട്ടില്ല. നിന്നെ കിട്ടുമ്പോ വിളിക്കാം. ഇവന്റെ സംസാരമാണ്. അല്ലാതെ അവിടെ പാസ്വേഡ് ചുമ്മാ ശില്പ 1 2 3 അടിച്ചപ്പോ കിട്ടിന്നൊന്നും പറഞ്ഞേക്കരുത്. നിന്റെ തന്തയോട് ചോദിക്കണം.